ഏവർക്കും ലീഡ് IAS ജൂനിയർ വീക്ക്ലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പ്ലൂട്ടോയെ തിരികെ ഗ്രഹമായി കൊണ്ടുവരാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? എങ്കിൽ കേട്ടോളൂ. പ്ലൂട്ടോയെ ഒരു ഗ്രഹമായി പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു യുവ വിദ്യാർത്ഥി നാസയ്ക്ക് കത്തെഴുതിയതിനെ തുടർന്ന് ഈ വിഷയം വീണ്ടും പരിശോധിച്ചു വരികയാണ് എന്ന മറുപടി നൽകിയിരിക്കുകയാണ് നാസ. ഇന്റർനാഷണൽ ആസ്ട്രോണമിക്കൽ യൂണിയൻ പ്രകാരം ഒരു ആകാശഗോളത്തെ ഒരു ഗ്രഹമായി തരംതിരിക്കുന്നതിന് 3 നിബന്ധനകൾ പാലിക്കണം. അത് സൂര്യനെ പരിക്രമണം ചെയ്യണം, ഏതാണ്ട് വൃത്താകൃതിക്ക് ആവശ്യമായ പിണ്ഡമുണ്ടായിരിക്കണം, മറ്റ് സെലസ്റ്റിയൽ ബോഡീസിൽ നിന്ന് ഇവയുടെ പരിക്രമണ പാത വ്യത്യസ്തമായിരിക്കണം. പ്ലൂട്ടോ ആദ്യത്തെ 2 മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെങ്കിലും അത് കൈപ്പർ ബെൽറ്റിലെ മറ്റു വസ്തുക്കളുമായി അതിന്റെ ഭ്രമണപഥം പങ്കിടുന്നു എന്ന വസ്തുത 2006-ൽ പ്ലൂട്ടോയെ കുള്ളൻ ഗ്രഹമായി തരംതിരിക്കുന്നതിന് കാരണമായി. ഇന്ത്യൻ ഡെമോക്രസിയെ അഭിനന്ദിച്ച് ലോകം. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ ആഗോള നിരീക്ഷകർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സംരംഭമാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംഘടിപ്പിക്കുന്ന ഇന്റർനാഷണൽ ഇലക്ഷൻ വിസിറ്റേഴ്സ് പ്രോഗ്രാം അഥവാ IEVP 2026. ഈ പരിപാടിയുടെ ഭാഗമായി കേരളം, അസം, പുതുച്ചേരി, പശ്ചിമ ബംഗാൾ, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റം നിരീക്ഷിക്കാൻ ഏകദേശം 22-23 രാജ്യങ്ങളിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് ബോഡികളെയും പ്രതിനിധികളെയും ക്ഷണിച്ചിരിക്കുകയാണ് ഇന്ത്യ. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ പ്രദർശനം, പോളിംഗ് സ്റ്റേഷനുകൾ സന്ദർശിക്കൽ, വിവിധ തലങ്ങളിലുള്ള തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുമായുള്ള ആശയവിനിമയം എന്നിവയുൾപ്പെടെ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങളുമായി നേരിട്ടുള്ള പരിചയം ഈ പ്രതിനിധികൾക്ക് നൽകുന്നു. തെരഞ്ഞെടുപ്പുകളുടെ സുതാര്യത, ടെക്നോളജിയുടെ ഉപയോഗം എന്നിവയോടൊപ്പം ഈ സംരംഭത്തിലൂടെ ജനാധിപത്യ പ്രക്രിയയിലെ അന്താരാഷ്ട്ര സഹകരണവും ഇന്ത്യ ഉറപ്പുവരുത്തുന്നുണ്ട്. അരുണാചൽ പ്രദേശിന്റെ പേര് മാറ്റാനുള്ള ചൈനയുടെ നീക്കത്തെ ശക്തമായി തള്ളിക്കളഞ്ഞ് ഇന്ത്യ ചൈന അതിർത്തി തർക്കത്തിൽ അരുണാചൽ പ്രദേശ് ഒരു പ്രധാന തർക്ക വിഷയമായി തുടരുകയാണ്. സാങ്നാൻ അല്ലെങ്കിൽ ദക്ഷിണ ടിബറ്റ് എന്നാണ് ചൈന അരുണാചൽ പ്രദേശിനെ ഇപ്പോൾ വിളിക്കുന്നത്. 2017, 21, 23, 24, 25 എന്നീ വർഷങ്ങളിലെല്ലാം തന്നെ തുടർച്ചയായി അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങളുടെ പേര് മാറ്റിക്കൊണ്ടുള്ള പട്ടിക ചൈന ആവർത്തിച്ച് പുറത്തിറക്കിയിട്ടുണ്ട്. ചുറ്റുമുള്ള ഇന്ത്യയുടെ പ്രദേശങ്ങളെ ചേർത്തുകൊണ്ട് ചൈന പുതിയ ഭൂപടങ്ങളും നിർമ്മിച്ചിട്ടുണ്ട്. എന്നാൽ ഭരണഘടനാപരമായി അംഗീകരിക്കപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനമായ അരുണാചൽ പ്രദേശിനെ കുറിച്ചുള്ള ഏതൊരു ബാഹ്യവാദവും സ്വീകരിക്കാൻ സാധ്യമല്ല എന്ന് ഇന്ത്യ ഔദ്യോഗികമായി അറിയിച്ചു. ഇതോടെ ഈ ആഴ്ചയിലെ വീക്ക്ലി ന്യൂസ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. ലീഡ് IAS ജൂനിയർ